എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തീയ സന്ധ്യാവന്ദനം. ക്രോസ് പോയിന്റ് ചർച്ചിൻ്റെ സീനിയർ മീറ്റ് ഫെലോഷിപ്പിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. സീനിയർ സിറ്റിസൺ ഫെലോഷിപ്പ് എന്ന് പറയപ്പെടുമ്പോൾ തന്നെ സീനിയർ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ സീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണുക, സീൻ ഇയർ വർഷങ്ങൾ കണ്ട ആളുകൾ, സീനിയർ സിറ്റിസൺ വർഷങ്ങൾ കണ്ട ആളുകളുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളാണ് നമ്മളിവിടെ പങ്കുവയ്ക്കുന്നത്. ഇന്ന് നമ്മളോട് ഒരുമിച്ചുള്ളത് പാസ്റ്റർ കെ സി ജോർജും അതുപോലെ തന്നെ തൻ്റെ പത്നി സാറാമ്മ ജോർജുമാണ്. എൻ്റെ ചിന്ത ശരിയാണെങ്കിൽ നമ്മുടെ ഒക്ലഹോമ പട്ടണത്തിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും പ്രായം കൂടിയ നാട്ടിൽ നിന്ന് വന്ന ആള് പ്രിയ കെ സി ജോർജ് പാസ്റ്ററാണ്. ക്രോസ് പോയിന്റ് ചർച്ചിലെ ഏറ്റവും സീനിയറായിട്ടുള്ള വ്യക്തിയും കെ സി ജോർജ് പാസ്റ്ററാണ്. നമുക്ക് പ്രിയ പിതാവിനെ മാതാവിനെ നമ്മുടെ സഭയ്ക്ക് ഒരു അനുഗ്രഹമാക്കി നിർത്തിയിരിക്കുന്നു. ജീവിതത്തിൻ്റെ ഒത്തിരി അനുഭവങ്ങളും ഒത്തിരി നന്മയുടെയും ദുഃഖത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒക്കെ അനുഭവങ്ങളുണ്ട്. വെൽക്കം. ദൈവം അവരെ ആരോഗ്യത്തോടെ ആയുസ്സോടെ നിർത്തുന്നു. പ്രിയ കെ സി ജോർജ് പാസ്റ്റർ ഈ രാജ്യത്തിലേക്ക് വന്നതും അവരുടെ ജീവിതത്തിൻ്റെ ആരംഭങ്ങൾ എവിടെ നിന്നാണ് ഇവിടേക്ക് വന്നത്, ഇവിടേക്ക് ഒക്ലഹോമ പട്ടണത്തിലേക്ക് വരാനായിട്ടുള്ള കാരണങ്ങൾ, എങ്ങനെയാണ് അതിനുള്ളൊരു മുഖാന്തരം ഒരുക്കിയത് എന്നുള്ളത് താൻ തുടക്കമായിട്ട് തൻ്റെ കുടുംബത്തിൻ്റെ പശ്ചാത്തലം, ഇവിടേക്ക് വന്ന സാഹചര്യങ്ങൾ, വർഷം, ഇതൊക്കെ നമ്മളോടൊന്ന് പങ്കുവയ്ക്കുന്നതായിരിക്കും. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഏവർക്കും വന്ദനം. ഞാൻ ആദ്യമായിട്ട് എൻ്റെ കുടുംബത്തെ പറ്റി സംസാരിക്കട്ടെ. ഞാൻ റാന്നിയിൽ ഏഴോലി എന്ന സ്ഥലത്ത് ചാക്കോയുടെ മകനായിട്ട് ജനിക്കപ്പെട്ടു. 1940 ഞാൻ ജനിക്കപ്പെട്ടു. ഇവിടെ വന്നിട്ടിപ്പോൾ 66 വർഷമായി. പിന്നീട് എൻ്റെ പിതാവ് ഒരു കർഷകനായിരുന്നു. ഞങ്ങൾക്ക് ധാരാളം സ്ഥലങ്ങൾ ഏഴുവലി ഭാഗത്തുണ്ടായിരുന്നു. അതിലൊക്കെയും കൃഷിയും ചെയ്ത് ഞങ്ങളെ വളർത്തുന്ന ഒരു പതിവായിരുന്നു. ഞങ്ങളുടെ ഭവനത്തിൽ 9 ആൾക്കാരുണ്ടായിരുന്നു. 4 ആൺപിള്ളേരും 5 പെൺപിള്ളേരും ഉണ്ടായിരുന്നു. അതിൽ പിതാവും മാതാവും മരിച്ചുപോയി. അതിൽ കൂടാതെ 8 പേരും ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരായിട്ടുള്ള 8 പേരും നിത്യതയിലേക്ക് പ്രവേശിച്ചു. എൻ്റെ 2 സഹോദരന്മാർ പാസ്റ്റേഴ്സായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നു IPCയോടുള്ള ബന്ധത്തിൽ. പിന്നെ ഒരു സഹോദരന് ഫാദറിനോടുകൂടി കൃഷി സംബന്ധിച്ച് ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. എൻ്റെ ഹൈസ്കൂൾ കഴിഞ്ഞ ശേഷം ഞാൻ കുമ്മനാട്ട് ബൈബിൾ സ്കൂളിൽ പഠിക്കുവാനായിട്ട് പോയി. 1 വർഷം ഞാൻ അവിടെ പഠിച്ചു. 2ാമത്തെ വർഷം തുടങ്ങുമ്പോൾ എനിക്ക് അമേരിക്കയിൽ നിന്നൊരു ലെറ്റർ വന്നു. അതിവിടെ അടുത്ത് 10th സ്ട്രീറ്റിലുള്ള സൗത്ത് വെസ്റ്റേൺ കോളേജിൽ നിന്നാണ് വന്നത്. അന്ന് ഞങ്ങളുടെ ബ്രദർ ഈ രാജ്യത്ത് സഞ്ചരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കെയർ ഓഫിലാണ് അവരയച്ചു തന്നത്. ബ്രദറിന്റെ പേര് ജോർജ് വർഗീസ്. ഞങ്ങളുടെ 2 ബ്രദേഴ്സും ഈ രാജ്യത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹം IPCയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അങ്ങനെ ആ ലെറ്റർ കയ്യിൽ കിട്ടിയപ്പോൾ ഞാനൊന്ന് പ്രാർത്ഥിച്ചു. കർത്താവേ, ഇത് ദൈവഹിതമാണോ ഇല്ലയോ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ മനസ്സിൽ ഇത് ദൈവഹിതമെന്ന് എനിക്ക് തോന്നി. എന്നാൽ വീട്ടിൽ ചെന്ന് ഞാൻ ഈ വിവരം പറയുമ്പോൾ അവർ പറയുന്നു, നീ പോകണ്ട, നിനക്കൊരു വിസയും കിട്ടത്തില്ല. അമ്മ പറഞ്ഞു, അപ്പച്ചൻ പറഞ്ഞു. ഇവരൊക്കെ എന്നെ ഡിസപ്പോയിൻറ്റഡ് ചെയ്തു. അത് ഞാൻ വകവച്ചില്ല. പിന്നെ സാമ്പത്തികം വളരെ മോശമായിരുന്നു ഇങ്ങോട്ട് വരുന്നതിന്. ഞാൻ മദ്രാസിലേക്ക്
യാത്രയായി. യാത്രയിൽ മധ്യത്തിൽ ട്രെയിൻ കമ്പാർട്ട്മെൻറ്റിൽ റാന്നിക്കാരായിട്ടുള്ള 25-ലധികം ആൾക്കാർ ആ കമ്പാർട്ട്മെൻറ്റിലുണ്ടായിരുന്നു. റാന്നിയിലെ വീട്ടുപേര് പറയാം? കുമ്പംകുഴിൽ എന്നാണ് വീട്ടുപേര്. നിങ്ങൾ അപ്പോൾ ഏത് പശ്ചാത്തലത്തിലായിരുന്നു? മർത്തോമായ? അന്ന് ഞങ്ങൾ മർത്തോമായിലായിരുന്നു. അതിനുശേഷം എൻ്റെ ബ്രദറാണ് ആദ്യം സുവിശേഷം സ്വീകരിച്ച് സുവിശേഷ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. അതിനുശേഷം അനേക വർഷങ്ങൾ കഴിഞ്ഞാണ് ഞാനും എൻ്റെ ഫാദറും കൂടി ഒരുമിച്ചാണ് സ്നാനപ്പെടുവാനിടയായത്. എൻ്റെ 19-ാമത്തെ വയസ്സിൽ ഞാൻ രക്ഷിക്കപ്പെട്ടു. മർത്തോമായി തന്നെ നിന്നു. എന്നാൽ ബ്രദറിനോടുകൂടി വല്ലപ്പോഴും ചില സഭായോഗത്തിന് ഞാൻ പോകാറുണ്ടായിരുന്നു. അന്ന് ബ്രദർ ഞങ്ങളുടെ കുടുംബത്തിലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അനേക വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഞങ്ങൾ എൻ്റെ പിതാവും ഞാനും കൂടി ഒരുമിച്ച് സ്നാനപ്പെടുവാനിടയായി. അത് കഴിഞ്ഞ് ഇത്രത്തോളം ദൈവം ഞങ്ങളെ നിർത്തി. മദ്രാസിന് പോയ കാര്യമാണ് പറഞ്ഞത്. മദ്രാസിന് പോയ കാര്യം, 25 പേര് തിരുവല്ലയിൽ നിന്ന് ഒരു കമ്പാർട്ട്മെൻറ്റിൽ കയറി. അവർ വളരെ ആഹ്ലാദത്തോടും സന്തോഷത്തോടും കൂടി ഞാനൊരു മൂലയ്ക്ക് അനങ്ങാതെ ശാന്തനായിട്ടിരുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ 25 പേരും വീസ കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് പോയത്. അന്ന് സത്യവും പത്യവുമായിട്ട് തിരിഞ്ഞ സമയത്ത് മക്കൻഡോഷ് എന്ന് പറയുന്ന ഒരു പാസ്റ്ററാണ് ഇവർക്ക് എല്ലാവർക്കും ലെറ്റർ കൊടുത്തേക്കുന്നത്. അവർ ലെറ്ററും കൊണ്ട് ഇമിഗ്രേഷനിൽ കയറി. ആദ്യം അവരാണ് പോകുന്നത്. അവരിലെല്ലാവരും 25 പേരും പിന്നെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് വെളിയിറങ്ങി. നിരാശയോടുകൂടി അവർ വെളിയിറങ്ങി. ആർക്കും ഒരു വിസയും കിട്ടിയില്ല. പിന്നെ ഞാൻ ശാന്തമായിട്ട് അവിടെ ചെന്നു. ഒരു അമേരിക്കൻ ലേഡിയാണ് എന്നെ ഇൻ്റർവ്യൂ ചെയ്തത്. എന്നോട് ചോദിച്ചു, നീ എന്തിനു പോകുന്നു എന്ന് ചോദിച്ചു. ഞാൻ പഠിക്കാൻ പോവാണെന്ന് പറഞ്ഞു. പിന്നത്തെ ചോദ്യം, പിന്നെ നീ പോയാൽ മടങ്ങി വരുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് മടങ്ങി വരുമെന്ന് പറഞ്ഞു. ഞാൻ 72-ൽ മടങ്ങിപ്പോയി. ഞാൻ പറയാൻ കാര്യം മടങ്ങി വരുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നിന്റെ വൈഫ് എന്ത് ചെയ്യും ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇവിടെ വീട്ടിലുണ്ട്. നീ വൈഫിനെ കൊണ്ടുപോകും ചോദിച്ചു. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും വൈഫിനെ കൊണ്ടുപോകണമല്ലോ. ഓക്കെ. അവർ പറഞ്ഞെന്നാൽ അവർ സ്റ്റാമ്പ് അടിച്ച് വീസ തന്നു. മറ്റൊരു ചോദ്യം എന്നോട് ചോദിച്ചില്ല. ഞാൻ അവർക്ക് അനേക ചോദ്യങ്ങൾ ചോദിക്കും. ഒടുവിൽ നിരാശനായിട്ട് പോകണമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ പോയില്ല. ദൈവം അവിടെ വഴി തുറന്നു. ഏത് വർഷമാണ് ഇവിടെ വരുന്നത്? ആ സമയത്ത് ഇവിടെ വേറെ ആരെങ്കിലും? 1968-ലാണ് ഞാൻ ഇവിടെ വരുന്നത്. 68-ൽ ഇവിടെ വരുമ്പോൾ KB ചാക്കോ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ സ്കൂളിൽ തന്നെയായിരുന്നു താമസം, ഡോമിറ്ററി, സൗത്ത് വെസ്റ്റേൺ കോളേജിൽ. ഇന്ന് ആ സൗത്ത് വെസ്റ്റേൺ കോളേജ് ഇല്ല. അതൊരു ബാപ്റ്റിസ്റ്റ് കോളേജായിട്ട് മാറി. ഇന്ന് ആ സൗത്ത് വെസ്റ്റേൺ കോളേജ് ഇവിടെ ബഥനിയിൽ സെമിനാരിയായിട്ട്, ക്രിസ്ത്യൻ സെമിനാരിയായിട്ട് വന്നിട്ടുണ്ട്. അവിടെയാണ് ഇപ്പോഴത്തെ അവരുടെ പ്രവർത്തനം. എനിവേ, ഇവിടെ വന്നിട്ട് ഉണ്ടായ ആ ആദ്യകാലങ്ങളിലത്തെ അനുഭവങ്ങളും ബുദ്ധിമുട്ടുകളും പറഞ്ഞ് എന്തുവാ പഠിച്ച് 68-ൽ ഇവിടെ വന്നപ്പോൾ ആദ്യമായിട്ടാണ് പ്ലെയിൻ കയറുന്നത്. കൊച്ചിയിൽ നിന്ന് പ്ലെയിൻ കയറി ബോംബെയിൽ ഇറങ്ങി. ബോംബെയിൽ നിന്ന് എയർ ഫ്രാൻസിലാണ് വരേണ്ടത്. എന്നാൽ ഈ കണക്ഷനൊക്കെ എയർപോർട്ട് മാറേണ്ട നിമിത്തം വളരെ പ്രയാസപ്പെട്ടു. എന്നാലും ഞാൻ അല്പ ധൈര്യത്തോടു കൂടി ബസ് കയറി മറ്റേ എയർപോർട്ടിൽ പോയി, ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ പോയി. അവിടെ എയർ ഫ്രാൻസിൽ കയറിയിട്ട് പാരീസിൽ വന്നപ്പോൾ എയർ ഫ്രാൻസ് ചേഞ്ച് ചെയ്തു. അടുത്ത ഫ്ലൈറ്റിൽ കയറണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ ചിന്തിച്ചു. അപ്പം അങ്ങനെ പോകുന്നവരുടെ കൂട്ടത്തിൽ പുറകെ അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ പുറകെ പോയി പാരീസിൽ നിന്ന് ന്യൂയോർക്കിൽ വന്നപ്പോൾ എൻ്റെ ബ്രദർ വിളിച്ച് MS സാമുവലിനോട് പറഞ്ഞു, ഇങ്ങനെ ഒരാൾ വരുന്നുണ്ട്, എയർപോർട്ടിൽ ഒന്ന് സ്വീകരിക്കണേ എന്ന് പറഞ്ഞു. എന്നിട്ട് MS സാമുവലിൻ്റെ നമ്പർ എനിക്ക് തന്നു. ഞാൻ എയർപോർട്ടിൽ വന്ന് MS സാമുവലിനെ അന്വേഷിക്കുക. അദ്ദേഹം അവിടെ ഇല്ല, വന്നിട്ടില്ല. അപ്പം എനിക്ക് അവിടുന്ന് അന്ന്
എയർപോർട്ട് മാറി വേണം ഓക്ലഹോമയ്ക്ക് വരാൻ. ഇൻ്റർനാഷണൽ ഡൊമസ്റ്റിക്കിലോട്ട് വരണം. അത് ഞാൻ വളരെ ബന്ധപ്പെട്ടു. കാര്യം ബസ് കയറിയെങ്കിൽ മാത്രമേ ഡൊമസ്റ്റിക്ക് വരാനൊക്കത്തുള്ളൂ. അന്ന് ഞാനിങ്ങനെ എയർപോർട്ടിൽ നിന്ന് കറങ്ങി നടക്കുമ്പോൾ എൻ്റെ എറമ്പിൽ ഒരു ഇപ്പം യുദ്ധം നടക്കുന്ന സ്ഥലം ഇവിടെ ഇറാൻകാരനായിട്ടൊരു മനുഷ്യൻ എൻ്റെ മുമ്പിൽ വന്ന് ചോദിച്ചു, നീ എന്തിനാ അവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് ഒരാളെ വന്ന് ഫോൺ ചെയ്യണം, എൻ്റെ പൈസ ഇല്ല, പിന്നെ എനിക്ക് അടുത്ത എയർപോർട്ടിൽ പോകണം. അയാളിത് രണ്ടും ചെയ്തു. അയാളൊരു ഓർഡർ എടുത്ത് തന്നു. ഞാൻ MS ശൗമുവിനെ വിളിച്ചപ്പം ബ്രദറെ, ഞാൻ ഇവിടെ വലിയ പ്രയാസമാണ്, മഴയാണ്, അത് അന്നെന്തൊക്കെ പറഞ്ഞു, വരാൻ ഒത്തില്ലെന്ന് പറഞ്ഞത്, സോറി എന്ന് പറഞ്ഞു. അദ്ദേഹം ഞാനത് കേട്ടു. എന്നാൽ ഈ റാങ്കാരൻ എന്നെ അടുത്ത എയർപോർട്ടിൽ കൊണ്ടാക്കി. അങ്ങനെ അവിടുന്ന് TWA കയറി ഞാൻ ഇവിടെ ഓക്ലഹോമ സിറ്റി വന്നു. KB ചാക്കോ വന്ന് എന്നെ സ്വീകരിച്ചു. അപ്പോൾ സ്കൂളിൽ പോകേണ്ടത് സെപ്റ്റംബറിലായിരുന്നു സ്കൂളിലേക്ക് അഡ്മിഷൻ കിട്ടിയിരുന്നത്. എന്നാൽ ഒക്ടോബറിൽ വന്നതുകൊണ്ട് സ്കൂളുകാരെന്നെ സ്കൂളിൽ കെമിസ്ട്രി പഠിക്കാനായിട്ട് സമ്മതിച്ചില്ല. അപ്പം എനിക്ക് എവിടെ താമസിക്കണമെന്ന് അറിയാൻ വയ്യാതിരുന്നപ്പോൾ ഡോമിറ്ററി താമസിക്കാൻ ഒക്കത്തില്ല. അപ്പോൾ എൻ്റെ ബ്രദറിൻ്റെ ഒരു സ്നേഹിതൻ ടോൾസയിലുണ്ടായിരുന്നു. അദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞു. അദ്ദേഹം ടോൾസയിൽ നിന്ന് ഇവിടെ ഓക്ലഹോമ സിറ്റി വന്ന് എന്നെ പിക്ക് ചെയ്തുകൊണ്ട് പോയി. ടോൾസയിൽ പോകുന്ന വഴിക്കൊക്കെ സംസാരിച്ചുകൊണ്ടൊക്കെ പോയെങ്കിലും ചെന്നത് ഒരു ബോയ്സ് റാഞ്ചിലാണ് ചെന്നത്. ഈ കുരുത്തക്കെട്ട് പിള്ളേരെയൊക്കെ കൊണ്ടുവന്ന് പഠിപ്പിക്കുന്ന ഒരു സ്വഭാവത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു ശുശ്രൂഷയാണ്. എന്നിട്ട് അദ്ദേഹം എനിക്കൊരു മുറി തന്നു. ഈ പിള്ളേരെ പണീഷ് ചെയ്യുന്ന മുറിയാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഏത് സമയത്തും ഞാൻ ആ മുറിയിലുള്ളപ്പോഴൊക്കെ പിള്ളേരെ കൊണ്ടുവന്നിട്ട് കുനിച്ച് നിർത്തി നല്ല 4 ഇഞ്ച് വീതിയുള്ള പലക കൊണ്ട് അടിക്കുന്നത്. അപ്പോൾ അത് ഞാൻ കണ്ടുകൊണ്ടിരിക്കണം. എന്നാലും അവിടെ താമസിച്ചു. അവരെനിക്ക് ഭക്ഷണം തന്നു. ഏകദേശം ജനുവരി വരെ, ഡിസംബർ അവസാനം വരെ ഞാൻ അവിടെ താമസിച്ചു. ആ സമയത്ത് ഒരുപാട് എക്സ്പീരിയൻസ് എനിക്കുണ്ടായി. ഭാഷ അല്പം പഠിക്കാനായിട്ട് സാധിച്ചു. അവരുടെ കൂടെ ആയിരുന്നപ്പോൾ പിള്ളേരും ഉണ്ടായിരുന്നു. ഈ പാസ്റ്റർ വളരെ സൗമ്യനായ ഒരു മനുഷ്യനായിരുന്നു. എന്നെ വളരെ കാര്യമായിട്ട് ശുശ്രൂഷിച്ചു. എന്നിട്ട് എന്നെ തിരിച്ച് കോളേജിൽ കൊണ്ടുവിട്ടു. അവിടെ തൊട്ടാണ് ഞങ്ങളുടെ പഠന സമയം തൊട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ. എനിക്ക് സ്കോളർഷിപ്പ് എഴുതിയാണ് അവർ എനിക്ക് തന്നത്. I-20 തന്നത് വിത്ത് സ്കോളർഷിപ്പാണ്. ഞാൻ ഇവിടെ വന്നപ്പോൾ കോളേജുകാർ പറഞ്ഞു, നിനക്ക് സ്കോളർഷിപ്പ് ഇല്ല, അത് ക്യാൻസലായിപ്പോയെന്ന് പറഞ്ഞു. ആരോ സ്പോൺസർ ചെയ്ത്. അവരെ അന്വേഷിക്കട്ടെ, വേറെ ആരെങ്കിലും കിട്ടുകയാണെങ്കിൽ നിനക്ക് സ്പോൺസർ ചെയ്ത് കിട്ടുമെന്ന് പറഞ്ഞു. ഏതായാലും അവരന്വേഷിച്ചോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. ആ മാസം തന്നെ പെന്തക്കോസ്റ്റ് ഓർഡിനൻസിലെ ഒരു പാസ്റ്റർ എനിക്ക് ഫുൾ സ്കോളർഷിപ്പ് ആ സ്കൂളിലേക്ക് അനുവദിച്ചു തന്നു. അവർ മാസം തോറും സ്കൂളിൽ പേയ്മെൻ്റ് അടയ്ക്കും. ഞാൻ ഫ്രീ ആയിരുന്നു. അങ്ങനെ 2 വർഷം പഠിച്ചു കഴിഞ്ഞിട്ട് തങ്ങമ്മ നാട്ടിലായിരുന്നുകൊണ്ട് എനിക്ക് നാട്ടിൽ വരെ ഒന്ന് പോകണം, ഫാദറിനെയും മദറിനെയും ഒക്കെ കാണണമെന്ന് മനസ്സിൽ വളരെ ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ 1972 ഞാൻ നാട്ടിലേക്ക് പോയി. നാട്ടിലേക്ക് പോകുമ്പോൾ എൻ്റെ കൂടെ കോളേജിൻ്റെ പ്രിൻസിപ്പൾ കൂടെ നാട്ടിലേക്ക് വരുന്നെന്ന് പറഞ്ഞു. അന്ന് കുമ്മനാട് കൺവെൻഷൻ്റെ സമയമായിരുന്നു. ആ സമയത്ത് മെയിൻ പ്രസംഗനായിട്ട് അവിടെ അപ്പോയിൻ്റ് ചെയ്തിരുന്ന ആളാണ് ഈ പ്രിൻസിപ്പൾ, കോളേജിൻ്റെ പ്രിൻസിപ്പൾ. ഞങ്ങൾ ഒരുമിച്ച് പ്ലെയിൻ കയറി ഇവിടുന്ന് ബോംബെ വരെ ചെന്നു. അന്ന് സ്ട്രൈക്ക് നടക്കുന്ന ഒരു സമയമാണ്. പ്ലെയിനും മറ്റുള്ള അനേക കാര്യങ്ങളിൽ അവിടെ സ്ട്രൈക്കാണ്. ബോംബെ വരെ ചെന്നിട്ട് പിന്നെ ഞങ്ങൾക്ക് ഫ്ലൈറ്റ് കിട്ടുന്നില്ല. കൊച്ചിക്കുള്ള ഫ്ലൈറ്റോ ട്രിവാൻഡ്രത്തിനുള്ള ഫ്ലൈറ്റോ കിട്ടുന്നില്ല.
അപ്പം ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ മദ്രാസിനൊരു ഫ്ലൈറ്റ് ഉണ്ടെന്ന് ഒരു സഹോദരൻ പറഞ്ഞു. ഞങ്ങൾ ആ മദ്രാസ് ഫ്ലൈറ്റിൽ കയറി മദ്രാസിൽ ഇറങ്ങി. മദ്രാസിൽ ഇറങ്ങുമ്പോൾ പോകുന്ന ഫ്ലൈറ്റ് എന്ന് പറയുന്നത്, മദ്രാസിൽ നിന്ന് കൊച്ചിക്ക് പോകുന്ന ഫ്ലൈറ്റ്, ട്രിവാൻഡ്രത്തിന് പോകുന്ന ഫ്ലൈറ്റ് എന്ന് പറയുന്നത് ന്യൂസ് പേപ്പർ, അന്ന് ഇന്ത്യൻ എക്സ്പ്രസ് കൊണ്ടുവന്ന ഒരു ഫ്ലൈറ്റായിരുന്നു. അതിനകത്ത് ഒരു സീറ്റേ ഉണ്ടായിരുന്നുള്ളത്. അദ്ദേഹത്തിന് കൊടുത്തു. പൈലറ്റിൻ്റെ കൂടെ ഇരിക്കാൻ അദ്ദേഹത്തിന് ഞാൻ കൊടുത്തു. ഞാൻ ഫ്ലോറിൽ ഇരുന്നു. ഫ്ലൈറ്റ് മേളോട്ട് പൊങ്ങിയപ്പോൾ എൻ്റെ പുറത്തെല്ലാം ഈ ന്യൂസ് പേപ്പർ വന്നങ്ങ് വീണു. ഞാനതും പറക്കി മാറ്റി ഫ്ലൈറ്റ് ലെവലായപ്പോൾ ഞാനത് പറക്കി മാറ്റി വെച്ചു. അവിടെ തന്നെ ഇരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ മദ്രാസിൽ ചെന്നു. മദ്രാസിൽ എയർപോർട്ടിൽ ചെന്നിറങ്ങിയപ്പോൾ ആരെയും അവിടെ പരിചയമുള്ളൊരുത്തനില്ല. എന്നാൽ ഒരു ചെറുപ്പക്കാരൻ ഓടി വന്നതിനോട് അച്ചായോ എന്ന് ചോദിച്ചുകൊണ്ട് വന്നു. നീ ഏതാണെന്ന് ചോദിച്ചപ്പം പറഞ്ഞു, അയ്യോ ഞാൻ നിങ്ങളുടെ വീട്ടിൽ ജോലി ചെയ്തുകൊണ്ട് ഇരിക്കുന്ന ആളാണെന്ന് പറഞ്ഞു. നീ അങ്ങനെ ഇവിടെ വന്നു? ഞാൻ വീട്ടിൽ നിന്ന് ഇവിടെ വന്നു, ജോലിക്ക് വേണ്ടി വന്നാന്ന് പറഞ്ഞു. അങ്ങനെ ആ പയ്യൻ മുഖാന്തരം ഞങ്ങൾ പുറത്തിറങ്ങി ഹോട്ടലെടുത്തു. അന്ന് രാത്രി താമസിച്ചു. അവിടെ നിന്നാണ് ഈ ഫ്ലൈറ്റ്, അന്ന് രാത്രിയിലാണ് ഈ ഫ്ലൈറ്റ് ട്രിവാൻഡ്രത്തിന് കിട്ടുന്നത്. അത് ഒരു വലിയ അത്ഭുതമായിരുന്നു. കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഈ പേപ്പറെല്ലാം എൻ്റെ മണ്ടയിൽ വീണില്ലേ. ദൈവത്തിന്റെ വഴികളെ അത്ഭുതകരമായിരിക്കുന്ന വഴികളാണ്. എന്നാൽ അദ്ദേഹവുമായിട്ട് ഞാൻ ചെന്നു. ഞങ്ങളുടെ ബ്രദർ വന്നു, ട്രിവാൻഡ്രത്ത് ഒന്ന് പിക്ക് ചെയ്തു. കുമ്മനാട് കൺവെൻഷന് അദ്ദേഹം ശനിയാഴ്ച രാത്രി പ്രസംഗിച്ചു. അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജായിരുന്നു. ആ വർഷത്തെ മെസ്സേജിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജായിരുന്നു അദ്ദേഹത്തിൻ്റേത്. അദ്ദേഹത്തിൻ്റെ മെസ്സേജ് ഏലിയാവിൻ്റെ ദൈവം ആയിരുന്നു അദ്ദേഹത്തിൻ്റെ മെസ്സേജ്. അതിനുശേഷം ആൻറ്റിയുമായിട്ട് നിങ്ങൾ ഒരുമിച്ച് തിരിച്ചു വരികയായിരുന്നു? ഇല്ല. അതിനുശേഷം ഞാൻ ഇവിടെ 4 വർഷം കഴിഞ്ഞാണ് വന്നത്. എനിക്ക് വിസ ഇല്ലല്ലോ. സ്റ്റുഡൻറ് വിസയിലാണ് ഞാൻ പോയത്. അനേകരും പറഞ്ഞു തിരിച്ചു വരത്തില്ല നീ സ്റ്റുഡൻറ് വിസയിൽ പോയാൽ. അപ്പം ഞാനൊരു I-20 വാങ്ങിച്ചു കോളേജിൽ നിന്ന്. ഏതായാലും 2-3 മാസം ഞാൻ അവിടെ താമസിച്ചു. ഇനി തിരിച്ചു പോകുന്നില്ലെന്നും പറഞ്ഞാണ് ഞാൻ താമസിക്കുന്നത്. കാര്യം അന്ന് എൻ്റെ ഞാൻ പോകുമ്പോൾ എൻ്റെ ഒരു $5,000 ഉണ്ടായിരുന്നു. അന്ന് 1972. അത് ഞങ്ങള് ഡോളർ ഇവിടുന്ന് പോയപ്പോൾ അത്രയും ഡോളർ ഉണ്ടായിരുന്നു. അന്ന് ഞാൻ പാർട്ട് ടൈം ഒക്കെ ചെയ്തുണ്ടാക്കിയ പൈസയാണ്. പാർട്ട് ടൈം ജോലി കിട്ടത്തില്ല. പിന്നെ അടുത്ത് ഒരു റെസ്റ്റോറൻ്റ് ഉണ്ടായിരുന്നു. അവിടെ പോയാൽ പാത്രം കഴുകാമല്ലോ എന്ന് വിചാരിച്ച് അവിടെ ചെന്നപ്പോൾ നീ ബ്ലാക്കാണ്, നീ പൊക്കോളാൻ പറഞ്ഞു, ഇവിടെ ജോലിയില്ലെന്ന് പറഞ്ഞു. അപ്പം കർമ്മന്മാർക്ക് അവിടെ പ്രവേശനമില്ലാത്തൊരു സമയമായിരുന്നു. ഒക്ലഹോമയിലും ഇല്ലായിരുന്നു. കാൻസസിലാണ് ഏറ്റവും പ്രയാസം കൂടുതലായിട്ടുള്ള സ്ഥലം. എന്നാൽ എന്നെ അദ്ദേഹം ജോലി തരാതെ വിട്ടു. അത് കഴിഞ്ഞ് വേറെ ജോലിക്ക് ഞങ്ങൾ പോയി. എന്തൊക്കെ ജോലി ചെയ്തു ഇവിടെ വന്ന് ഒരു ഡോർ കമ്പനിയിൽ ആയിരുന്നു ഞങ്ങളുടെ ജോലി കൂടുതലും. അത് ബന്ധപ്പെട്ട ജോലിയായിരുന്നു. അത് വളരെ ബന്ധപ്പെട്ട ജോലിയായിരുന്നു. അതങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ആയിരുന്നു. എന്നാൽ 71 ഞാൻ പോകുന്നത് 71, 68, 71 എനിക്കൊരു ജോലി കിട്ടി. വെസ്റ്റേൺ ഇലക്ട്രിക്കൽ എനിക്കൊരു ജോലി കിട്ടി. അവിടെ ആ വെസ്റ്റേൺ ഇലക്ട്രിക്കൽ കാഫറ്റേറിയയിൽ പിന്നെ പാത്രം കഴുകാനായിട്ട് ഞാൻ കയറി. അത് കഴിഞ്ഞപ്പോൾ വെസ്റ്റേൺ ഇലക്ട്രിക്കിൽ നിന്ന് ഒരു സെക്യൂരിറ്റി ഗാർഡ് എന്നെ വന്ന് കണ്ടു. നീ എൻ്റെ പട്ടിക്ക് ഇച്ചിരി ഫുഡ് തരാമോ എന്ന് ചോദിച്ചു എന്നോട്. ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. സന്ധ്യ ആയപ്പോഴത്തേക്ക് ഞാൻ കൊട്ട നിറച്ച് ഫുഡ് വാങ്ങി വെച്ചിരിക്കുകയാണ്. അദ്ദേഹം വന്ന് ആ ഫുഡും കൊണ്ട് പോകും പട്ടിക്ക് കൊടുക്കാനായിട്ട്. എന്നാൽ ഒരു ദിവസം അദ്ദേഹം പ്ലാന്റിൻ്റെ ഒരു ആപ്ലിക്കേഷൻ കൊണ്ടുവന്നു. നീ എന്തിനാ ഇവിടെ നിൽക്കുന്ന, ഈ ആപ്ലിക്കേഷൻ പൂരിപ്പിച്ച് കൊടുക്കുക, നിനക്ക് ജോലി കിട്ടുമെന്ന് പറഞ്ഞു. ഞാനത് പൂരിപ്പിച്ച് ആപ്ലിക്കേഷൻ കൊണ്ട് കൊടുത്തു. എന്നെ ഉടനെ ഇൻ്റർവ്യൂ ചെയ്തു. ഇൻ്റർവ്യൂവിൽ ഞാൻ പാസ്സായി. എനിക്ക് ജോലി ലഭിച്ചു. അന്ന് തൊട്ട് എനിക്ക് ഏകദേശം 30 വർഷം ഞാൻ AT&T
സൗത്ത് വെസ്റ്റേൺ കോളേജ്, AT&T, ലൂസൻ്റ്, ഈ ഒരു കമ്പനി തന്നെയാണ് മൂന്നായിട്ട്. അവിടെ ഞാൻ 30 വർഷം ജോലി ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ അത് കഴിഞ്ഞിട്ട് ഏത് വർഷമാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, 2000 അത് കഴിഞ്ഞപ്പോൾ ഞാൻ 2000 റിട്ടയർമെൻ്റ് എടുത്തു. കാര്യം അന്ന് മുതൽ അതിന് മുമ്പ് അവിടെ കമ്പനി ജോലി തുടങ്ങിയപ്പോൾ തൊട്ട് ദൈവം എൻ്റെ ഹൃദയത്തിൽ താല്പര്യം തോന്നിച്ച ഒരു കാര്യമാണ്. ഞാൻ ബൈബിൾ സ്കൂളിൽ പോയപ്പോൾ തന്നെ കമ്മിറ്റ്മെൻ്റ് ചെയ്തതാണ് സുവിശേഷ വേലയ്ക്ക് പോകാമെന്നുള്ള നിലയിൽ. അത് എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ വന്ന ശേഷം ജോലിയോടുള്ള ബന്ധത്തിൽ ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ സുവിശേഷ പ്രവർത്തനം ആരംഭിച്ചു. അവിടെ ഞാൻ 23 വർഷം നവാപൂരിൽ സേവനമനുഷ്ഠിച്ചു, പ്രവർത്തിച്ചു. ആയിരക്കണക്കിന് ആത്മാക്കളെ അവിടെ കിട്ടി. ഞാൻ ഒരു പ്രാവശ്യം ഒരു കൺവെൻഷൻ, ആനുവൽ കൺവെൻഷൻ നടത്തിയതിന് 8,000 തൊട്ട് 10,000 ആൾക്കാർ വരെ അവിടെ സംബന്ധിച്ചു. അത് രക്ഷിക്കപ്പെട്ടു പോയവരാണ്, ഹിന്ദുക്കളൊന്നുമല്ല. ഹിന്ദുക്കളായിട്ടുള്ളവർ കോമ്പൗണ്ടിൻ്റെ പുറയിലായിരുന്നു. എന്നാൽ ഏകദേശം 10,000 ആൾക്കാരോടി ആ കൺവെൻഷനിലുണ്ടായിരുന്നു. എൻ്റെ കൂടെ 1-2 മിഷണറിമാരും ഉണ്ടായിരുന്നു. അവർ ദൂതുകൾ കൊടുത്തു. പിന്നെയും ആത്മാക്കൾ രക്ഷിക്കപ്പെട്ടു. അത് കഴിഞ്ഞ് 23 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ അവിടുന്ന് മറൻ്റായിട്ട് വന്നു. തോമസ് മാത്യു അവിടുത്തെ ചാർജ് എടുത്തു. ഇപ്പോൾ തോമസ് മാത്യു ആണ് അവിടെ പ്രവർത്തിക്കുന്നത്. ഞാൻ ആ സമയത്ത് തന്നെ ഞാൻ നേപ്പാളിൽ പ്രവർത്തനം ആരംഭിച്ചു. എനിക്ക് അവിടുന്ന് ഒരു പാസ്റ്ററിനെ വിളിച്ചു നേപ്പാളിൽ നിന്ന്. നിങ്ങൾക്ക് എന്തെങ്കിലും സഹായിക്കാൻ കഴിയുമോ നേപ്പാളിനെ എന്ന് ചോദിച്ചു. എന്നെ വിളിച്ചു. അപ്പം ഞാൻ പറഞ്ഞു സഹായിക്കാം, നിങ്ങളുടെ പ്രവർത്തനം എന്തൊക്കെയാണെന്ന് അറിയിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ വില്ലേജ് പ്രവർത്തനമാണ് അവിടെ ആരംഭിച്ചത്. ഞാൻ അവിടെ ഒരു ബൈബിൾ സ്കൂൾ തുടങ്ങി. ഒരു 35 പേർക്ക് ആദ്യമായിട്ട് ബൈബിൾ സ്കൂൾ തുടങ്ങി അവിടെ ഒരു വർഷത്തേക്ക്. കാര്യം അവരെ ട്രെയിൻ ചെയ്തെങ്കിൽ മാത്രമേ എനിക്ക് നേപ്പാളി ഭാഷയിൽ ആളുകളെ രക്ഷപ്പെടുത്താനൊക്കത്തില്ല. അപ്പം എൻ്റെ മനസ്സിൽ വന്നത് നേപ്പാളിയായിട്ടുള്ള 35 പേരെ ട്രെയിൻ ചെയ്തു. ഭക്ഷണവും കൊടുത്തു, ടീച്ചേഴ്സിന് ശമ്പളം കൊടുത്തു. അങ്ങനെ അവരെ ട്രെയിൻ ചെയ്തു. ട്രെയിൻ ചെയ്ത ശേഷം അവരെ വില്ലേജിലേക്ക് വിട്ടു. അപ്പോൾ വില്ലേജ് ചെന്നപ്പോൾ അവർക്ക് ട്രാൻസ്പോർട്ടേഷൻ ഇല്ല. കാര്യം അവിടെ ബസ് പോകാത്തിടമാണ്, കാർ പോകാത്തിടമാണ്, നടന്നു പോകണം. അപ്പോൾ എന്നോട് അവർ റിക്വസ്റ്റ് ചെയ്തു ഞങ്ങൾക്ക് ഓരോ സൈക്കിൾ തരാമോ എന്ന്. അപ്പം ഞാൻ 35 ബൈസൈക്കിൾ അവർക്ക് വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ അവർ വില്ലേജുകളിൽ ഇപ്പോഴും സുവിശേഷ വില ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ പറഞ്ഞ അനേക ആത്മാക്കൾ രക്ഷിക്കപ്പെടുന്നുണ്ട്. മാസം തോറും അവർക്ക് ഹൗസ് ചർച്ചുകൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം 150 ഹൗസ് ചർച്ചുകൾ അവിടെ ഉണ്ട്. ഓരോ ചർച്ചിലും 10 തൊട്ട് 15 വരെ ആൾക്കാർ ഉണ്ട്. അത്രയേ ഒരു വീട്ടിൽ ഇരിക്കാനൊക്കത്തുള്ളൂ. അതുകൊണ്ട് 150ഓളം ഹൗസ് ചർച്ചസ് ഉണ്ട്. അപ്പോൾ ഹൗസ് ചർച്ചസ് കൂടുന്തോറും എൻ്റെ മനസ്സിൽ അവർക്ക് ചർച്ച് പണിത് കൊടുക്കണമെന്നുള്ളതാണ്. അപ്പം ഞാൻ 2 സ്ഥലങ്ങളിൽ ഹൗസ് ചർച്ചുള്ള 2 സ്ഥലത്ത് 2 ചർച്ച് പണിത് കൊടുത്തു. ചർച്ച് പണിതെന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ ചിലവ് ചുരുക്കമല്ല. നമ്മൾ ആ നേപ്പാളി വില്ലേജിലൊക്കെ ആണെന്ന് പറഞ്ഞാൽ ചുരുക്കമല്ല. ഒരു 3 ലക്ഷം രൂപ ചിലവായ ചർച്ചുകളാണ് 2 ചർച്ചുകൾ. അങ്ങനെ 6 ലക്ഷം രൂപയ്ക്ക് ചർച്ചുകൾ പണിത് കൊടുത്തു. ഇനിയും അവിടെ ചർച്ചുകൾ പണിത് കൊടുക്കുവാനായിട്ട് ആവശ്യമുണ്ട്. പിന്നെ പൈസയുമുണ്ട്. അത് പക്ഷെ ഞാൻ കഴിഞ്ഞ ദിവസവും വിളിച്ചണക്കെ അവർ പറയുന്നത് പെർമിഷൻ കിട്ടുന്നില്ല, പെർമിഷൻ കിട്ടാതെ ചർച്ച പണിയാൻ ഒക്കത്തില്ല. അതുകൊണ്ട് ഞാനും പോസ്റ്റ്പോണ്ട് ചെയ്തിരിക്കുകയാണ്. ദൈവം അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ അവിടെ നടക്കുന്നുണ്ട്. ഞാൻ പോയില്ലെങ്കിലും നടക്കുന്നുണ്ട്. എനിക്ക് 2-3 ലീഡർഷിപ്പ് ചെയ്യുന്ന ആളുകൾ എൻ്റെ കൂടെ ഉണ്ട്. ഒരാൾ ഇന്ത്യയിൽ നിന്നും ഒരാൾ നേപ്പാളിൽ നിന്നുമുണ്ട്. അതുകൊണ്ട് ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാൻ പോയില്ലെങ്കിലും അതെല്ലാം ഭംഗിയായിട്ട് നടക്കും. അങ്ങനെ അത് പോകുന്നു.
ഇപ്പം വളരെ അനുഗ്രഹീതമായൊരു സാക്ഷ്യമാണ് നമുക്ക് കേട്ടുകൊണ്ടിരുന്നത്. കാരണം ദൈവം അത്ഭുതകരമായിട്ട് നടത്തുന്ന വഴികൾ 1968 ഇന്നേക്ക് ഏകദേശം ഒരു 1066 വർഷങ്ങൾക്ക് മുൻപേ നാട്ടിൽ നിന്ന് ഇവിടെ ആരെ അറിയാതെ, സാഹചര്യങ്ങൾ അറിയാതെ ഒക്കെ ഇവിടേക്ക് വന്നു. അപ്പം ഞാൻ ആ സാക്ഷ്യം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത്, ന്യൂയോർക്ക് എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോൾ ഒരു ഇറാൻകാരനെ അവിടെ ദൈവം ഒരുക്കുകയാണ്. കാരണം ആദ്യം വരുന്ന ആളുകൾക്ക് അറിയത്തില്ലല്ലോ എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പം ഒരു ഇറാനിയായിരിക്കുന്ന ആളിനെ അവിടെ ഒരുക്കി ഇവിടെ കൊണ്ടുവരുന്നു. ഇവിടെ വന്നപ്പം സ്കോളർഷിപ്പ് ഇല്ല, കുറേ നാളെ പഠിക്കാൻ കഴിയാതെ നിൽക്കുന്നു. ആ സന്ദർഭത്തിൽ ടൂൾസയിലുള്ള വഴികൾ ദൈവം തുറക്കുന്നു. ഇവിടെ വന്ന് സ്കോളർഷിപ്പിനുള്ള അവസരങ്ങൾ ഒരുക്കുന്നു. അപ്പോൾ തന്നെ പലവിധമായ ജോലികൾ താൻ ചെയ്തു. ആ ജോലിയുടെ ഇടയിൽ ആർക്കോ ഒരാൾക്ക് മനസ്സിൽ പ്രേരണയുണ്ടായി, അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ കൊണ്ട് കൊടുത്തു. അത് തൻ്റെ ജീവിതത്തിൻ്റെ വരുമാനത്തിനുള്ളൊരു കാരണമൊക്കെയായി എത്തിയിരിക്കുകയുണ്ടായി. അപ്പം ദൈവത്തിൻ്റെ വഴികൾ നമ്മൾ ചിന്തിക്കുന്നതിലും നമ്മൾ വിചാരിക്കുന്നതിലും അത്ഭുതകരമാണ്. കർത്താവ് വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മെ നടത്താനായിട്ടും നയിക്കാനായിട്ടും എത്രമാത്രം ശക്തനാണ് എന്നുള്ള അത്ഭുതകരമായ സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്. മാത്രമല്ല, ഇത്രയും നാളുകൾ ഈ രാജ്യത്ത് താമസിച്ചു, സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഒക്കെ അനുഭവിച്ചപ്പോഴും ഇന്ത്യയെ പറ്റിയും അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളെ പറ്റിയുള്ളൊരു വലിയൊരു ദർശനം, വലിയൊരു കാഴ്ചപ്പാട്, അതിനുവേണ്ടിയുള്ളൊരു ആഗ്രഹം തൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് ചെയ്യാനായിട്ട് ആഗ്രഹിച്ചു. നമ്മൾ കേട്ടതുപോലെ അനേക സഭകൾക്ക് ഒരു അനുഗ്രഹമായി, അനേക ആളുകൾ രക്ഷിക്കപ്പെട്ടു, അനേകരെ സ്നാനപ്പെട്ടു. ഇന്നും അതിൻ്റെ പ്രവർത്തനങ്ങളിൽ താൻ സജീവമായിരിക്കുന്നു. ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, ഇപ്പോൾ 86 വയസ്സോളം ഉണ്ട്. 86 വയസ്സുണ്ടെങ്കിലും ഈ സഭയിലെ പ്രായമുള്ള താൻ രാവിലെ പ്രാർത്ഥനയ്ക്ക് വരുന്നുണ്ട്. ഒരു 8:30-8:45 ആകുമ്പം താൻ പ്രാർത്ഥനയ്ക്ക് വരുന്നുണ്ട്. വിളിക്കുന്ന സന്ദർഭങ്ങളിലല്ല, എല്ലാ സന്ദർഭങ്ങളിലും 86 വയസ്സുണ്ടെങ്കിലും മിക്കവാറും യാത്രയിലായിരിക്കും. വണ്ടി ഓടിച്ച് എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളെ വിളിക്കുന്ന ഫോണ് എടുക്കുന്നത്. കർത്താവ് ആരോഗ്യത്തോടെ നിർത്തിയിരിക്കുന്നല്ലോ. ഇപ്പം നമ്മൾ ഈ വൃദ്ധൻ എന്ന വാക്കിൻ്റെ അർത്ഥം അഭിവൃദ്ധി പ്രാപിച്ചവനെന്നാണ്. ഈ പല രീതികളിലുള്ള വൃദ്ധന്മാരുണ്ട്. ദാനവൃദ്ധന്മാരുണ്ട്, കാരണം അവർക്ക് ദാനം ഒത്തിരി അവരുടെ ജീവിതത്തിൽ സമ്പാദിച്ചവരുണ്ട്. കുലവൃദ്ധന്മാരുണ്ട്, എന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കൾ, കൊച്ചുമക്കൾ, അവരുടെ കൊച്ചുമക്കൾ, ഇവരെയൊക്കെ കണ്ടവരാണ് കുലവൃദ്ധന്മാർ. വിദ്യാവൃദ്ധന്മാരുണ്ട്, അവരെ ജീവിതത്തിൽ വിദ്യകൾ നേടി, പഠനം നേടി. ജ്ഞാനവൃദ്ധന്മാരുണ്ട്, വിദ്യ ഉണ്ടെങ്കിലും ചിലർക്ക് ജ്ഞാനമില്ല, കാരണം ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ കൂടെ പല ജ്ഞാനങ്ങളും പഠിച്ചത്. അപ്പോൾ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് PC ജോർജ് അച്ചാനെ, പാസ്റ്ററെ, ധനപരമായിട്ടും കുലപരമായിട്ടും ജ്ഞാനപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും എല്ലാം അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. അപ്പം ഈ സഭയോടുള്ള ബന്ധത്തിൽ എനിക്ക് 2ാം തലമുറ വരെ ഇവിടെ കാണാൻ സാധിച്ചു. അതൊരു വലിയൊരു ഭാഗ്യമാണ്. 2ാം തലമുറ വരെ ഇവിടെ കാണാൻ, മക്കളെല്ലാം അടുത്തടുത്ത് തന്നെ താമസിക്കുന്നു. അപ്പം ദൈവത്തിൻ്റെ കരുണ എത്രയോ വലിയതാണ്. ആ രാജ്യത്തു നിന്ന് വരുമ്പോൾ ഇതൊന്നും ചിന്തിച്ചില്ല, പക്ഷേ ഇത്രത്തോളം ദൈവം സഹായിച്ചു. മാത്രമല്ല, അനേക ആളുകൾക്ക് താനൊരു അനുഗ്രഹമായി തീർന്നു. സഭയോടുള്ള ബന്ധത്തിൽ എന്തെങ്കിലും ഞങ്ങളോട് പറയാനായിട്ട്, അടുത്ത തലമുറയോട് പറയാനായിട്ട്, കാരണം ഇത്രയും അനുഭവങ്ങൾ, ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകൾ, വിവിധ അനുഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എന്തെങ്കിലും ഒത്തിരി ആളുകളെ കണ്ടു, ഒത്തിരി ആളുകളോട് ഇടപെട്ടു, ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കി. വീഴ്ചകൾ വന്നിട്ടുണ്ട് ഈ ജീവിതത്തിൽ, അല്ലേ? ഒത്തിരി തെറ്റുകൾ വന്നിട്ടുണ്ടായിരിക്കാം, നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കാം, ദോഷമായിട്ടുള്ളത് പലരും പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അപ്പം അടുത്ത ഒരു തലമുറയോടെ, ഞങ്ങളോടെ ഒക്കെ എന്തെങ്കിലും തലമുറയോട് എനിക്ക് പറയാനുള്ളത്, നമ്മളീ പലർക്കും സുവിശേഷപരമായിട്ട് പുറത്തു പോകാൻ കഴിയാത്തവരാണ്. അതുകൊണ്ട് സുവിശേഷ വേലയ്ക്ക് ചെയ്യുന്നവരും പോകുന്നവർക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. പിന്നെ സാമ്പത്തികമൊന്നും എനിക്കിത് വേണ്ട. കാര്യം ഞാൻ സാമ്പത്തികം പറയാനല്ല സഭ വരുന്നത്, ചോദിക്കാനല്ല വരുന്നത്. ദൈവം സാമ്പത്തികം തന്നുകൊണ്ടിരിക്കുന്നുണ്ട് ധാരാളമായിട്ട്. അതുകൊണ്ട് അതെല്ലാം നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നുള്ളൊരു അപേക്ഷ മാത്രമേ ഉള്ളൂ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് നല്ല ഒരു നിമിഷമായിരുന്നു ഈ കേട്ട അനുഭവ സാക്ഷ്യങ്ങൾ. അനേകർക്ക് അനുഗ്രഹമായി തീരട്ടെ. ക്രോസ് പോയിന്റ് ചർച്ചിൽ ഇങ്ങനെ അനേക അനുഭവങ്ങളുള്ള അനേക പ്രിയപ്പെട്ടവരുണ്ട്. പ്രിയ പാസ്റ്റർ KC ജോർജ്, പ്രിയ ആൻറ്റി സാറാമ്മ ജോർജ്, അവരുടെ ജീവിതം ഞങ്ങളുടെ സഭയ്ക്കൊരു അനുഗ്രഹമാണ്, ഞങ്ങളുടെ ഈ പട്ടണത്തിനൊരു അനുഗ്രഹമാണ്. അവരുടെ തലമുറകളെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രിയ റോയി കുടുംബം, മേഴ്സി കുടുംബം, അവരുടെ കുഞ്ഞുങ്ങൾ എല്ലാവരും ദൈവത്താൽ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലസ്. God bless you.